അഗ്രിഫെസ്റ്റ് 2026 ഈ വരുന്ന 27, 28, 1 തീയതികളിലായിട്ട് ഇവിടെ സംഘടിപ്പിക്കുകയാണ്. ചാലക്കുടിയിൽ കഴിഞ്ഞ വർഷമാണ് ചാലക്കുടിയിലെ കർഷകർക്ക് വേണ്ടി ആദ്യമായിട്ടൊരു അഗ്രിഫെസ്റ്റ് സംഘടിപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അഗ്രിഫെസ്റ്റ് 2026 ഈ വർഷം സംഘടിപ്പിക്കുന്നത്. ചാലക്കുടി നിയോജക മണ്ഡലത്തിലെ കർഷകർക്ക് നൂതനമായ കൃഷിരീതികൾ പഠിപ്പിക്കാനുള്ള അറിവ് പകരാനും ശാസ്ത്രീയമായ കൃഷിരീതികളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന അഗ്രിഫെസ്റ്റ് 2026 സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ അഗ്രിഫെസ്റ്റിനോടനുബന്ധിച്ചുകൊണ്ട് 3 ദിവസവും കർഷക സുഹൃത്തുക്കൾക്ക് ഇവിടെ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ പുത്തൻ അറിവ് പകർന്നു തരത്തിലുള്ള കാർഷിക എക്സിബിഷനും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പരിപാടികളിൽ എല്ലാവരെയും, ചാലക്കുടിയിലെ എല്ലാ ജനങ്ങളെയും ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. കർഷകരെയും കർഷക സുഹൃത്തുക്കളെയും ഒക്കെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് കൂടുതൽ അറിവ് നേടാനും നൂതനമായ കൃഷിയിലൂടെ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരവസരമാണ് അഗ്രിഫെസ്റ്റ് 2026 നടപ്പിലാവുന്നത്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ കൃഷി വകുപ്പും സംയുക്തമായ അവരുടെ സഹകരണത്തോടുകൂടിയിട്ടാണ് ഈ അഗ്രിഫെസ്റ്റ് 2026 സംഘടിപ്പിച്ചിട്ടുള്ളത്. മറ്റു ഭാഗങ്ങളിൽ നിന്ന് ശാസ്ത്രജ്ഞർ പങ്കെടുത്തിട്ടുണ്ട്. ശാസ്ത്രജ്ഞർ പങ്കെടുക്കുന്നത് ഇപ്പോൾ 7 ഓഫീസുകളിലെ സ്റ്റാളുകളുടെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന അവരുടെ സ്റ്റോൾ ഡ്രോൺ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഫ്യൂസിലേക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഇവിടെ ഒരു അരമണിക്കൂർ നേരം ഇതിനെപ്പറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് നമ്മുടെ പാടശേഖരത്തിൽ തന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജലസേചന മേഖലയിലുള്ള നൂതന മാർഗങ്ങളെ പറ്റിയുള്ള ക്ലാസ്സുകളായിരിക്കും. 2ാമത്തെ ദിവസം നാച്ചുറൽ സിസ്റ്റങ്ങൾ, ജാതി കർഷകർക്ക് വേണ്ടിയിട്ട് അവർ നേരിടുന്ന വെല്ലുവിളികളും അതിന് നമുക്ക് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു ആ കാര്യങ്ങളെ പറ്റിയുള്ള സംവാദങ്ങളും ഉണ്ടാകും. 3ാമത്തെ ദിവസം ഹൈഡ്രോപോണിക്സ്, കൂൺ കൃഷി എന്നീ സബ്ജക്ട്സിലായിരിക്കും ക്ലാസ്സുകൾ. കൂടാണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട MLA-യുടെ പ്രത്യേക താല്പര്യപ്രകാരം നമ്മൾ കർഷകർക്കായിട്ട് എക്സിബിഷൻസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ഇതിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.